അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കുകയും ഓഹരി വിപണികൾ റെക്കോർഡ് ഉയരങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോൾ തന്നെ രാജ്യത്ത് ഭക്ഷ്യ അരക്ഷിതാവസ്ഥ വർദ്ധിക്കുന്നത് ആശങ്കാജനകമായൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. 2021 മുതൽ അമേരിക്കൻ മുതിർന്നവർക്കിടയിലെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഇരട്ടിയായതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോർണിംഗ് കൺസൾട്ടിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം 2021 രേഖപ്പെടുത്തിയ നിരക്കിന്റെ ഇരട്ടിയായ 15.6% മുതിർന്നവരെയാണ് 2025 മെയ് മാസത്തിൽ ഭക്ഷ്യ സുരക്ഷിതത്വമില്ലാത്തവരായി തരംതിരിച്ചത്. ഫെഡറൽ ഭക്ഷ്യസഹായ പദ്ധതികളിൽ വന്ന വൻതോതിലുള്ള വെട്ടിക്കുറവുകളാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഒപ്പുവെച്ച വലിയ മനോഹരമായ ബിൽ അടുത്ത ദശകത്തിൽ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാമിൽ $230 ബില്യൺ വെട്ടിക്കുറവാണ് ലക്ഷ്യമിടുന്നത്. ഈ പുതിയ നിയമനിർമ്മാണം SNAP ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള തൊഴിൽ ആവശ്യകതകൾ കർശനമാക്കുന്നുമുണ്ട്. ഇത് 64 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ മാനദണ്ഡങ്ങൾ വ്യാപിപ്പിക്കുകയും മാതാപിതാക്കൾക്കുള്ള ഇളവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാറ്റങ്ങൾ രാജ്യത്തെ ഏറ്റവും ദുർബലരായ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്.